എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സൈഫോണിക് ക്ലോസറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പൈപ്പ് 4-5 പൈപ്പ് സൈഫോണിക് ക്ലോസറ്റിന് തറ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് ക്ലിയറാക്കി എടുക്കണം. ഇനി ആ പൈപ്പിൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് അളന്ന് സെൻറ്റർ മാർക്ക് ചെയ്യണം. അത് നീളത്തിലും സ്ട്രെയിറ്റും മാർക്ക് ചെയ്യണം, ക്രോസും മാർക്ക് ചെയ്യണം. ഇപ്പോൾ മാർക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ തിരിവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തിരിവ് വരാതിരിക്കാനാണ് സെൻറ്ററിൽ നിന്നും രണ്ട് സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈൽസിൻ്റെ മൂലത്തിൽ നിന്നുള്ള അളവ് പിടിച്ച് ഒരേപോലെ സ്ട്രെയിറ്റും മാർക്ക് ചെയ്ത് ക്രോസും മാർക്ക് ചെയ്യണം, തിരിവ് വരാത്ത രീതിയിൽ. മാർക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ്നറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാര്യം പെൻസിലൊക്കെ ടൈൽസിനകത്ത് പതിയെ തെളിഞ്ഞ് വരാൻ പാടാണ്. പിന്നെ നമ്മൾ മാർക്കർ മേടിച്ച് കഴിഞ്ഞാൽ അത് മായ്ച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും വൈറ്റ്നറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ക്ലോസറ്റിൻ്റെ അതേപോലെ തന്നെ സ്ട്രെയിറ്റും ക്രോസും തിരിവ് വരാത്ത രീതിയിൽ കറക്റ്റ് എല്ലാ സൈഡിൽ നിന്ന് അളന്ന് നമുക്ക് ക്രോസ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് മേപ്പോട്ടും കൂടെ വരയ്ക്കണമെങ്കിൽ നമുക്കത് നേരെ എടുത്ത് വെക്കാൻ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ക്ലോസറ്റിൻ്റെയും തറയിലെയും മാർക്കിങ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം റൗണ്ട് നമുക്ക് വരച്ചെടുക്കണം. അപ്പം വെക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം, നമ്മൾ ക്ലോസറ്റിൽ മാർക്ക് ചെയ്ത മാർക്കിങ്ങും തറയിൽ വെച്ച മാർക്കിങ്ങും ഒരേപോലെ വേണം. ഇനി അടിഭാഗത്ത് നമുക്ക് ടൈൽസിൽ ക്ലോസറ്റിൻ്റെ അടിഭാഗം മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് എടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് അതിൻ്റെ സ്ക്രൂ അടിക്കാനുള്ള ഡ്രില്ല് എല്ലാം അടിച്ച് റെഡിയാക്കി ഗ്രിപ്പും ഇട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഈ ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ ഉൾ സൈഡ് കണക്കാക്കി നമുക്ക് സിലിക്കോൺ വെച്ച് കൊടുക്കാം. വൈറ്റ് സിമെൻറ്റിനേക്കാൾ നല്ലത് സിലിക്കോണാണ്. സിലിക്കോൺ ആകുമ്പോൾ നമുക്കൊരു മെയിൻ്റനൻസിന് എങ്ങനെയെങ്കിലും ഇളക്കേണ്ട ആവശ്യം വന്നാലും സിലിക്കോൺ ആകുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. വൈറ്റ് സിമെൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. വൈറ്റ് സിമെൻറ്റിലൊക്കെ വെക്കുമ്പം പിന്നെ ചിലപ്പോൾ ക്ലോസറ്റ് ഇളക്കുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. സിലിക്കോൺ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാര്യം നമുക്ക് അടിയിൽക്കൂടെ എന്തെങ്കിലും ആക്സോ ബ്ലേഡോ അല്ലെന്നുണ്ടെങ്കിൽ കത്തിയോ ഒക്കെ കയറ്റി പതുക്കെ പൊക്കി ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് സിലിക്കോൺ വെക്കുന്നത്. വൈറ്റ് സിമെൻ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇളക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ തട്ടിയൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കറക്റ്റ് മാർക്കിങ് കണക്കാക്കി സിലിക്കോൺ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വാക്സ് വെക്കണം. വാക്സും അതേപോലെ തന്നെ സെൻറ്റർ കണക്കാക്കി വെക്കണം. ഇനി ക്ലോസറ്റ് എടുത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മാർക്കിങ് കറക്റ്റ് ചെയ്ത് വെക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ട് പിന്നെ നമ്മൾ തെള്ളി നീക്കിയാൽ വാക്സിൻ്റെ ആ പൊസിഷൻ മാറും. വാക്സിൻ്റെ പൊസിഷൻ സ്വല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ കൂടെ വീക്ക് കിട്ടും. പിന്നെ നമ്മളത് എടുത്തിട്ട് ഒന്നും കൂടെ വെക്കാൻ ആ വാക്സ് പിന്നെ കൊള്ളത്തില്ല. പിന്നെ നമ്മൾ പുതിയ വാക്സേ വെക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വാക്സ് പിന്നെ നമുക്കത് സീറ്റിംഗ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ഗ്രീസ് പോലൊരു സാധനമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചപ്പി പതുങ്ങിപ്പോവും. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ് കവറെല്ലാം ഫിറ്റ് ചെയ്യാം. സീറ്റ് കവർ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അത് ഓരോ കമ്പനിയുടെ ക്ലോസറ്റിന് ഓരോ ടൈപ്പാണ് വരുന്നത്. ഞാനീ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ ഒരുപാട് പണിക്കാരെന്ത് പണിയുന്നുണ്ട്. അവരുടെ മെഷീൻ്റെ സൗണ്ടുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. എല്ലാവരും പണിക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളാരും ബഹളം വെക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. കാർപ്പൻ്റർ പണി നടക്കുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ പണി നടക്കുന്നുണ്ട്, പ്ലംബർ എൻ്റെ പണി നടക്കുന്നുണ്ട്, വെൽഡർമാരുടെ പണി നടക്കുന്നുണ്ട്. അവരുടെ എല്ലാ മെഷീൻ്റെ സൗണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അയച്ചു തരണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം
ഈ വീഡിയോ ഏകദേശം അവസാനിക്കാറായി. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.